നമ്മൾ ഈ ഓവർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഓവർ ട്രീറ്റ്മെന്റ് പോകുന്നത് അവയവങ്ങൾ എടുത്തു മാറ്റുന്ന തന്നെ ഒന്ന് തൈറോയിഡിൽ എന്തെങ്കിലും മുഴ വന്നാൽ അത് ക്യാൻസർ ആണെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ എടുത്തു മാറ്റുന്നത്. അപ്പം നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഒരു ഫിയർ ആണ് അതിലേക്ക് കാണുന്നത്. ഈ മൾട്ടിന്യൂഡുലാർ ഗോയിറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അതിന് ശരിക്കും അയഡിൻ കറക്റ്റ് അതിലെന്തൊക്കെയാണ് അയഡിൻ, അല്ലെങ്കിൽ ഫുഡിൽ സയനൈഡ് കൂടുതൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് ചെയ്യേണ്ടതിന് പകരം ഒരു മുഴ കണ്ടപ്പോൾ തന്നെ ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ എടുത്തു കളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവറിയും യൂട്രസും. ഓവറിയിലൊക്കെ ചെറിയ സിസ്റ്റ് വരുമ്പോൾ തന്നെ അതിന് വേണ്ടി ഇപ്പോൾ ലാപ്രോസ്കോപ്പി ഉണ്ടല്ലോ, വളരെ റാമ്പൻ്റ് ആയിട്ട്. അങ്ങനത് ഇത് പേഷ്യൻ്റെ പേടി, അത് ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതല്ല. പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഈ ഡോക്ടർ ഇത് ക്യാൻസർ ആണോ എന്ന് ചോദിക്കുമ്പം അതിനുണ്ട്. ഇന്നിപ്പോൾ ക്യാൻസർ ആണോ എന്ന് നോക്കാൻ MRI ഉണ്ട്, പെറ്റ് സ്കാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ പല ടെസ്റ്റുകളും ഉണ്ട്. ഈ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം. എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡൗട്ട്ഫുള്ളേ ഉള്ളെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എത്ര മാർഗങ്ങളുണ്ട് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്, പെറ്റ് സ്കാൻ ഉണ്ട്. ഇതൊന്നും നമ്മൾ നോക്കാതെ ഈ തൈറോയ്ഡ്, യൂട്രസും ഓവറിയും ഒക്കെ പോലെയുള്ള എടുത്തു കളയുന്നത് വളരെ കോമൺ ആണെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇതൊരു 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അദ്ദേഹത്തിന് തൈറോയിഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. പോയി ചെക്ക് ചെയ്തപ്പോഴാണ് തൈറോയിഡിൻ്റെ ഒന്ന് ചുമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ 1-2 നൊഡ്യൂൾസ് ഉണ്ട്, ചെറിയ 3-4 നൊഡ്യൂളുണ്ട്. അപ്പോൾ അതിൽ ഉടനെ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ ഒരു സംശയം പാപ്പിലറി ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടില്ല, പാപ്പിലറി കാർസിനോമ ഉണ്ടോ എന്ന് സംശയം. അപ്പോൾ ആ തൈറോയ്ഡ് എടുത്തു കളയാൻ പറഞ്ഞു. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ കൊണ്ടല്ല. അപ്പം പേരൻസും പേഷ്യൻ്റ് കൊച്ചുകുട്ടിയല്ലേ. പക്ഷേ ഇത് വളരെ കോമൺ ആണ്. ഇങ്ങനെ ഞാൻ പല പേഷ്യൻസിൻ്റെയും കാണാറുണ്ട്. അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇത് കൊച്ചുകുട്ടിയും കൂടെ ആയപ്പം ആ പേരൻസിനൊരു ടെൻഷനും കൂടെ വന്നതുകൊണ്ട് അവർ വന്നതാണ്. അപ്പം ഇതിലെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, നമ്മൾ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും അഡ്വൈസസ് കൊടുക്കുകയല്ല. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും. ഇത് എന്തുകൊണ്ടാണ്, പ്രോബ്ലം ഉണ്ട്, പക്ഷേ ക്യാൻസർ ആവാനുള്ള ഉണ്ടാകാനും പോസിബിലിറ്റി ഉണ്ട്. അത് ഡൗട്ട്ഫുൾ ആണ്. അപ്പം ഇപ്പം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ട് ആ കുട്ടിക്ക്. പിന്നെ പല ഫുഡ് ഐറ്റംസിനോടും അലർജി ഉണ്ട്. ഈവൻ തൈറോയിഡിൻ്റെ ATG AMA കൂടുതലാണ്. അപ്പോൾ അത് ഹാഷിംഗ് തൈറോയിഡൈറ്റിസ് ഉണ്ട് അവിടെ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.